സുഹൃത്തുക്കളെ, നമസ്കാരം. ഗ്വാളിയർ കോട്ടയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്വാളിയർ കോട്ടയ്ക്കുള്ളിലെ 4 കൊട്ടാരങ്ങൾ നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ കണ്ടുകഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഗ്വാളിയർ കോട്ടയ്ക്കുള്ളിലെ 5-ാമത്തെയും 6-ാമത്തെയും പാലസുകളായ ഷേർഷാ മഹൽ എന്നുകൂടി വിളിക്കുന്ന ജഹാംഗീർ മഹളും പിന്നെ ഷാജഹാൻ മഹളും. പേര് സൂചിപ്പിക്കും പോലെ ജഹാംഗീർ മഹൽ പണിതുയർത്തിയത് ജഹാംഗീർ അല്ല, മറിച്ച് ഷേർഷാ സൂരിയാണ്. അതുകാരണമാണ് ഇതിനെ ഷേർഷാ മഹൽ എന്നുകൂടി വിളിക്കുന്നത്. ഒരുപക്ഷെ ജഹാംഗീറിൻ്റെ കാലത്ത് ഇതിൽ ചെറിയ അറ്റകുറ്റപ്പണികളും രൂപമാറ്റങ്ങളും വരുത്തിയിട്ടുണ്ടാകാം എന്ന് കരുതുന്നു. വളരെ വിശാലമായ ഷേർഷാ മഹലിന് നേരെ എതിർവശത്ത് അഭിമുഖമായാണ് ഷാജഹാൻ മഹൽ സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ശൈലിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ പാലസ് ഷാജഹാന്റെ കാലത്തു തന്നെയാണ് പണിതിട്ടുള്ളത്. ജഹാംഗീർ പാലസിനുള്ളിലായി ചതുരാകൃതിയിലുള്ള വലിയൊരു കിണറുണ്ട്. ഇതിലെ വെള്ളം ഒരു കാലത്തും വറ്റാറില്ല എന്നു പറയുന്നു. ബൃഹത്തായ നടുത്തളവും ധാരാളം മുറികളും ഒക്കെയുള്ള ഒന്നിനോടൊന്ന് ചേർത്ത് പണി കഴിപ്പിച്ചിരിക്കുന്ന വളരെ വലിയൊരു കോംപ്ലക്സ് ആണ് ഈ 2 കൊട്ടാരങ്ങളും കൂടി ചേർന്നാൽ. ജഹാംഗീർ മഹലിനുള്ളിലെ കിണറിനു സമീപത്ത് മുകളിലായി ഈ കാണുന്നത് അന്നുകാലത്തെ ഒരു ബാത്ത് ടബ് ആണ്. ഇതിനു ചുറ്റുമുള്ള ഭിത്തിയിലെ കൽഭിത്തികളിൽ കാണുന്ന ചെറിയ ചെറിയ കള്ളികളിൽ ഉണ്ടായിരുന്ന ചുവർ ചിത്രങ്ങളെല്ലാം പൂർണ്ണമായും മാഞ്ഞു പോയിരിക്കുന്നു. ഇവിടെ ഈ കാണുന്ന മുറികളിലെല്ലാം ഒരു കാലത്ത് ഈ കോട്ട സംരക്ഷിച്ചിരുന്ന കാവൽപ്പടയുടെ പടനായകന്മാരാണ് താമസിച്ചിരുന്നത്. ഏതാണ്ട് ഒരു ഫുട്ബോൾ കോർട്ടിൻ്റെ വലിപ്പമുള്ള അതിവിശാലമായ ഈ കോർട്ട്യാർഡാണ് ഈ 2 കൊട്ടാരങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഈ കാണുന്ന അടച്ചിട്ടിരിക്കുന്ന ഗേറ്റിൽ കൂടി ഷാജഹാൻ മഹലിൻ്റെ മുകളിലേക്ക് കയറാം. എന്നാൽ അങ്ങോട്ടേക്കൊന്നും സന്ദർശകർക്ക് പ്രവേശനമില്ല. അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ഗ്വാളിയർ കോട്ട ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് തൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികളെ തടവിൽ പാർപ്പിക്കാനും പിന്നീട് തനിക്ക് വശംവദരാകാത്തവരെ കൊന്നുകളയാനുമുള്ള ഒരു പ്രധാന താവളമായിരുന്നു. അമേരിക്കയുടെ ഗുണ്ടാൻമോ ബേ പോലെ ഉള്ള ഒരു സംവിധാനം. ഇനി നമ്മൾ മുഗളന്മാരുടെ ഈ കൊട്ടാരത്തിൽ നിന്നും ഷാജഹാൻ മഹലിൻ്റെ വലിയൊരു അലങ്കാര ഗോപുരത്തിൽ കൂടി പുറത്തേക്കിറങ്ങുകയാണ്. ഈ കാണുന്ന ഭാഗത്തുകൂടി നേരെ നടന്നാൽ നമ്മൾ ചെല്ലുന്നത് ജൗഹർ കുണ്ട് എന്ന വലിയൊരു കുളത്തിനടുത്തേക്കാണ്. കോട്ട മതിലിൽ നിന്നും അധികം ദൂരത്തല്ലാതെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രജപുത്ര സ്ത്രീകൾ ശത്രുക്കളിൽ നിന്നും മാനം രക്ഷിക്കാനായി വലിയ ചിതയൊരുക്കി അതിലേക്ക് കൂട്ടത്തോടെ എടുത്തുചാടി ആത്മാഹുതി ചെയ്യുന്നതിനെയാണ് ജൗഹർ എന്ന് പറയുന്നത്. 1232 AD ഡൽഹി സുൽത്താനേറ്റിലെ അടിമവംശത്തിലെ 2-ാമത്തെ സുൽത്താനായ ഇൽത്തുമിഷ് 7 മാസക്കാലം ഗ്വാളിയർ കോട്ട ഉപരോധിച്ചു. അവസാനമുണ്ടായ യുദ്ധത്തിൽ തങ്ങളുടെ ഭർത്താക്കന്മാരും പുത്രന്മാരുമെല്ലാം വീരഗതി പ്രാപിച്ച് കോട്ട കീഴടക്കപ്പെടുമെന്നായപ്പോൾ കോട്ടയിൽ ഉണ്ടായിരുന്ന രജപുത്ര സ്ത്രീകൾ ഈ കുളത്തിന് മധ്യത്തിലായി വലിയൊരു ചിതയൊരുക്കി റാണിമാരും അവരുടെ തോഴിമാരും ഉൾപ്പെടെ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീജനങ്ങളും ഈ ചിതയിലേക്ക് സ്വയം എടുത്തുചാടി ആത്മാഹുതി ചെയ്തു എന്നുമാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അക്ബറുടെ കാലം വരെയുള്ള ചരിത്രമാണല്ലോ മുൻപ് പറഞ്ഞു നിർത്തിയത്. അക്ബറുടെ കാലം തൊട്ട് ഔറംഗസേബിൻ്റെ മരണം വരെ, അതായത് ഏതാണ്ട് 200 കൊല്ലത്തോളം ഗ്വാളിയർ കോട്ട മുഗൾ ആധിപത്യത്തിന് കീഴിലെ ഒരു ഗുണ്ടാൻമോ ബേ ആയി തുടർന്നു പോന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഗുണ്ടാൻമോ ബേ എന്ന് പറയുന്നത് അമേരിക്കയുടെ കുപ്രസിദ്ധമായ തടവറയാണ്. 1740 ഔറംഗസേബിൻ്റെ മരണശേഷം അസ്ഥിരമായ മുഗൾ ഭരണത്തിൽ നിന്നും 1754 ഗ്വാളിയർ കോട്ട ജട്ട് വിഭാഗത്തിൽ നിന്നുമുള്ള രജപുത്ര രാജാവായ ഭീംസിംഗ് റാണ പിടിച്ചടക്കി. അദ്ദേഹത്തിൻ്റെ വീരഗതിക്ക് ശേഷം പണി കഴിപ്പിക്കപ്പെട്ട
സ്മാരകമാണ് ജൗഹർ കുണ്ടിന് സമീപത്തായി ഗോപുരം പോലെ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ നിർമ്മിതി. 1755 പേശ്വാ ബാജിറാവുവിന്റെ നേതൃത്വത്തിലുള്ള മറാഠരുടെ ആക്രമണത്തിൽ ഭീംസിംഗ് റാണ മരണപ്പെട്ടു. 1756 അദ്ദേഹത്തിന്റെ മകൻ ഝത്തർ സിംഗ് റാണ മഹാജി സിന്ധ്യയുടെ നേതൃത്വത്തിലുള്ള മറാഠാ പടയോട് പരാജയപ്പെട്ടു. ഗ്വാളിയർ കോട്ട അങ്ങനെ ആദ്യമായി സിന്ധ്യ രാജവംശത്തിന് കീഴിലായി. ബ്രിട്ടീഷുകാർ പിന്നീട് ഇത് കീഴടക്കിയെങ്കിലും അവരോട് വിധേയത്വം പ്രഖ്യാപിച്ച സിന്ധ്യ രാജവംശത്തിന് തന്നെ ഗ്വാളിയർ അവർ ഉപാധികളോടെ വിട്ടുനൽകി. അങ്ങനെ 1818 മുതൽ 1947 ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടും വരെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യമായി ഗ്വാളിയർ തുടർന്നുപോന്നു. 1858 ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി ഇവിടെ അഭയം തേടി എത്തി എങ്കിലും ബ്രിട്ടീഷുകാരെ ഭയന്ന് സിന്ധ്യ രാജാക്കന്മാർ ഗ്വാളിയറിൽ റാണിക്ക് അഭയം നൽകിയില്ല. തുടർന്ന് 1858 ജൂൺ 1 റാണി താന്തിയ തോപ്പി ഉൾപ്പെടെയുള്ള മറാഠാ വിപ്ലവകാരികളുടെ സഹായത്തോടെ കോട്ട കീഴടക്കിയെങ്കിലും 15 ദിവസത്തിനു ശേഷം ജൂൺ 16 ബ്രിട്ടീഷുകാരുമായി നടന്ന ഘോര യുദ്ധത്തിൽ റാണി ലക്ഷ്മിബായി കൊല്ലപ്പെടുകയും കോട്ട വീണ്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലാവുകയും ചെയ്തു. 1609 ആറാമത്തെ സിഖ് ഗുരുവായ ഗുരു ഹരിഗോവിന്ദ സിംഘനെ 14-ാമത്തെ വയസ്സ് മുതൽ 16-ാമത്തെ വയസ്സുവരെ ജഹാംഗീർ തടവിൽ പാർപ്പിച്ചതും ഇവിടെയാണ്. അതിന്റെ സ്മരണാർത്ഥം ഗ്വാളിയർ കോട്ടയ്ക്കുള്ളിൽ ഛോട്ടാ ബന്ദി ചോർ എന്ന പേരിലുള്ള ഒരു സിഖ് ഗുരുദ്വാരയുമുണ്ട്. ഔറംഗസേബിന്റെ കാലത്ത് അയാളുടെ സഹോദരൻ മുറാദ് ബക്ഷിനെയും മറ്റൊരു സഹോദരനായ ദാരാ ഷുക്കോവിന്റെ പുത്രൻ സുലൈമാൻ ഷുക്കോവിനെയും വധിച്ചത് ഗ്വാളിയർ കോട്ടയ്ക്കുള്ളിൽ വച്ചാണ്. തനിക്കെതിരെ രജപുത്രരുടെ സഹായത്തോടെ പട നയിക്കാനൊരുങ്ങിയ സ്വന്തം മകനും പടത്തലവനുമായിരുന്ന മുഹമ്മദ് സുൽത്താനെ 1661 മുതൽ 1672 വരെ ഔറംഗസേബ് തടവിൽ പാർപ്പിച്ചതും ഈ കോട്ടയ്ക്കുള്ളിലായിരുന്നു. ഗ്വാളിയർ കുന്നുകളുടെയും കോട്ടയുടെയും ഏറ്റവും ഉയരമുള്ള ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്നുമുള്ള ഗ്വാളിയർ നഗരത്തിന്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഗ്വാളിയർ കോട്ടയുടെ ഒരറ്റത്തു നിന്നും നടന്ന് ഞാൻ ഇപ്പോൾ മറ്റേ അറ്റത്ത് എത്തിയിരിക്കുന്നു. അതായത് ഗ്വാളിയർ കോട്ടയിലേക്ക് ഞാൻ പ്രവേശിച്ച ഗ്വാളിയർ ഗേറ്റിന്റെ നേരെ എതിർവശമായ രണ്ടാമത്തെ കവാടം ഉർവായി ഗേറ്റിന്റെ മുകൾ ഭാഗത്തായാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. സമയം ഉച്ചയ്ക്ക് 1 മണിയോടടുത്തിരിക്കുന്നു. ഞാൻ കോട്ടയിൽ ചുറ്റിത്തിരിയാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മണിക്കൂറിൽ അധികമായിട്ടുണ്ട്. ഗ്വാളിയർ കുന്നുകളുടെ ഇപ്പോൾ ഞാനീ നിൽക്കുന്നിടത്തു നിന്നും താഴോട്ടുള്ള ഭാഗത്തെയാണ് ഗോപാചൽ ഹിൽസ് എന്ന് വിളിക്കുന്നത്. ഗോപാചൽ ഹിൽസിന്റെ ഈ ചെരുവുകളിലാണ് 7-ാം നൂറ്റാണ്ടിനും 15-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള നീണ്ട കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട സിദ്ധാചൽ ജെയിൻ ടെമ്പിളും 1/2 അടി മുതൽ 58 അടി വരെ ഉയരമുള്ള ജൈന തീർത്ഥങ്കരന്മാരുടെ കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്ന 100 കണക്കിന് ശില്പങ്ങളും ഉള്ളത്. ഈ അത്ഭുത നിർമ്മിതികൾ ആശ്ചര്യവും കൗതുകവും ഉണർത്തുന്നു. ഗുർജാര പ്രതിഹാര രാജവംശത്തിലെ പ്രശസ്തനായ ചക്രവർത്തിയായിരുന്നു മിഹിര ഭോജൻ. AD 750 അദ്ദേഹം പണി കഴിപ്പിച്ചതാണ് നമ്മൾ ഈ കാണുന്ന തേലീക മന്ദിർ എന്ന അതിമനോഹരമായ വിഷ്ണു ക്ഷേത്രം. ഹിന്ദിയിൽ തേൾ എന്നാൽ എണ്ണ എന്നാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ കാലത്ത് ഇവിടുത്തെ എണ്ണ വ്യാപാരികൾ ചേർന്ന് പണി കഴിപ്പിച്ച ക്ഷേത്രമായതിനാലാണ് ഇതിന് തേലീക മന്ദിർ അഥവാ എണ്ണ വ്യാപാരികളുടെ ക്ഷേത്രം എന്ന് വിളിക്കപ്പെടാനിടയായത് എന്നും പറയപ്പെടുന്നു. ഗ്വാളിയർ കോട്ടയ്ക്കുള്ളിലെ മറ്റൊരു പ്രധാന ആകർഷണമായ ഈ വിഷ്ണു ക്ഷേത്രം 1196 കുത്തബ്ദീൻ ഐബക്കിന്റെ പടയോട്ടക്കാലത്ത് ഏതാണ്ട് പൂർണ്ണമായും തകർക്കപ്പെട്ടു. പിന്നീട് പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ജീർണാവസ്ഥയിലായിരുന്ന ഈ ക്ഷേത്രം അറ്റകുറ്റപ്പണികൾ ചെയ്ത് ഇന്ന് കാണുന്ന രീതിയിലാക്കിയത്
1881-83 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരാണ്. ഹ്രസ്വകാലത്തേക്ക് മാത്രം ഗ്വാളിയർ ഭരിച്ച കച്ഛപഘട്ട രാജവംശത്തിന്റെ സംഭാവനയാണ് കോട്ടയ്ക്കുള്ളിലെ ഏറ്റവും സുന്ദരമായ നിർമ്മിതികളിലൊന്നും അതിപുരാതനവുമായ സാസ് ബഹു ടെമ്പിൾ എന്ന് വിളിക്കുന്ന ട്വിൻ ടെമ്പിൾസ്. 1092-93 കാലഘട്ടത്തിൽ കച്ഛപഘട്ട രാജവംശത്തിലെ മഹിപാലൻ പണികഴിപ്പിച്ചതാണ് ഇത്. ഹിന്ദിയിൽ സാസ് ബഹു എന്നാൽ അമ്മായിയമ്മ, മരുമകൾ എന്നാണ് അർത്ഥം. പിരമിഡൽ ഷേപ്പിൽ ചുവന്ന സാൻഡ് സ്റ്റോണിൽ പണിതിരിക്കുന്ന വിഷ്ണു ക്ഷേത്രം വിഷ്ണുഭക്തയായ തൻ്റെ അമ്മയ്ക്കും അതിനു മുന്നിലായുള്ള ശിവക്ഷേത്രം ശിവഭക്തയായ ഭാര്യയ്ക്കും വേണ്ടിയാണ് മഹിപാലൻ പണി കഴിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. സഹസ്രബാഹുവായ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമായതുകൊണ്ട് സഹസ്രബാഹു എന്നതിൻ്റെ ചുരുക്കം എന്ന നിലയിൽ സാസ് ബഹു എന്ന പേർ വന്നു എന്നും മറ്റു ചിലർ പറയുന്നു. മാൻസിംഗ് ടെമ്പിൾ എന്ന നാമത്തിൽ കോട്ടയ്ക്കുള്ളിലുണ്ടായിരുന്ന വലിയൊരു ശിവക്ഷേത്രം 1500കളിലെ ബാബറുടെ നേതൃത്വത്തിലുള്ള മുഗളന്മാരുടെ ആക്രമണത്തിൽ ഏതാണ്ട് പൂർണ്ണമായും തകർത്തെറിയപ്പെട്ടു. ഇന്നതിൻ്റെ അവശേഷിപ്പുകൾ പോലും കാണാനില്ല തന്നെ. ഗ്വാളിയർ കോട്ടയിലെ ഗ്വാളിയർ ഗേറ്റിൽ നിന്നും ഉദ്ദേശം 2 കിലോമീറ്ററിൽ താഴെ ദൂരമേയുള്ളൂ അക്ബറുടെ സദസ്സിലെ അതിപ്രശസ്തനായ സംഗീത സാമ്രാട്ടായിരുന്ന താൻസന്റെ ശവകുടീരത്തിലേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരത്തിലുള്ള ഝാൻസി റാണി പാർക്കിൽ റാണി ലക്ഷ്മിബായിയുടെ കുതിരപ്പുറത്തിരിക്കുന്ന വലിയൊരു പ്രതിമയും കെടാവിളക്കും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ആ ധീര വനിത ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് പിടഞ്ഞു വീണു മരിച്ചത് എന്ന് പറയപ്പെടുന്നു. ഗ്വാളിയർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത്. തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗ്വാളിയറിലെ കാഴ്ചകളും വിശേഷങ്ങളുമെല്ലാം എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് കരുതുന്നു. ഗ്വാളിയർ കോട്ടയ്ക്കുള്ളിലെ നിഗൂഢതകൾ നിറഞ്ഞ 6 നിലകളോടുകൂടിയ മൻമന്ദിർ പാലസിലെ കാഴ്ചകളുമായി അടുത്തുതന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ശുഭയാത്ര.